നമ്മളിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധി ചക്രയാണ് ഇവിടെ ത്രോട്ട്. നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം, മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള അവർ വളരെയധികം ഏർജസ് ഉള്ള ആൾക്കാരാണ് അല്ലെ, ഒരുപാട് ഇൻസ്റ്റിങ്സ് ഉള്ള ആൾക്കാരാണ്, ഒരുപാട് ആഗ്രഹങ്ങൾ ഡിസയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, കുറെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഇതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കത് പ്രഷറായി മാറും. അതായത് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആരോടെങ്കിലും തൻ്റെ കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ എന്തിനെ ബാധിക്കും? നമുക്ക് കണ്ടിട്ടില്ലേ, വല്ലാതെ സങ്കടം വരുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ബ്ലോക്കേജ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇതൊക്കെ ഫ്രീ ആയിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട്, ലൈഫിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒന്നുകിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ച സ്ത്രീ ആയിരിക്കാം, പാർട്ട്ണറുടെ ഇമോഷണൽ ടച്ച് അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഇമോഷണൽ സപ്പോർട്ട്, ഒരു കൺസിഡറേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇതൊന്നും കിട്ടാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു മെനപ്പോസിൻ്റെ ഒരു ഏരിയ അവരെ ടച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയം തുടങ്ങി അവർക്ക് ഒരുപാട് പ്രഷറായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാം അവരുടെ ബോഡീനെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, ഒരുപാട് ഇൻസ്റ്റിങ്സ്, കുറേ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ഇമോഷണൽ സപ്പോർട്ട്, സ്നേഹം, ഹാപ്പിനെസ്, ഇതൊന്നും അവരെ സംബന്ധിച്ച് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ, ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പറയുമ്പോൾ നമുക്ക് വിചാരിക്കും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കും, പക്ഷേ ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വന്നാലും നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവും, ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് വരും. കിഡ്നിക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വാദിഷ്ഠാന ഏരിയയിൽ എന്തെങ്കിലും ബ്ലോക്കേജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട്, ഇപ്പം സെക്ഷൽ ഇന്റർകോഴ്സ് ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പീരിയഡ്സ് ഇറഗുലർ ആകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ജങ്ക് ഫുഡ് നല്ലപോലെ കഴിക്കുന്ന, അപ്പോൾ ഡൈജഷൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇവർക്കൊക്കെ ഈ ഏരിയയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കറക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. അത് പുറത്ത് പോയേ മതിയാവുള്ളൂ. സ്ത്രീകൾക്ക് പീരീഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഇതെല്ലാം പുറത്ത് പോവാതിരിക്കുമ്പോഴാണ് ഈ ഏരിയയിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവുന്നത്. സംസാരിക്കാൻ വന്ന കാര്യം ഇവിടെ ത്രോട്ടിൽ നിൽക്കുമ്പോഴാണ് ആ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി അത് മറ്റൊരു പ്രഷറിന് കാരണമാവും, അതൊരു അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയും കൂട്ടുന്നു. അപ്പോൾ എല്ലാ ഏരിയയിലും നമുക്ക് എന്ത് വേണം? ഫ്രീ ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക. ബോഡി എപ്പോഴും ഫ്രീലി മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് തന്നെ മുഷിപ്പ് ഉണ്ടാക്കാതിരിക്കുക. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.